ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. കുസാറ്റിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റ്സ് ഉണ്ട് പല പല കോഴ്സുകളിലേക്കായി. അതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കുസാറ്റിൻ്റെ സൈറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കാനറിയാത്തവരോട് പറയാൻ ചിലർ ഇപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെ നോക്കാമെന്നൊക്കെ. അവരോട് പറയുകയാണ് admissions.kusat.ac.in എന്നുള്ള സൈറ്റാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ പറ്റും. ഇനി മൊബൈലിൽ നിന്നൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളൊരു മോഡുണ്ട്. റൈറ്റിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്യാൻ പറ്റും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഡീറ്റെയിൽസിൽ എടുക്കാം. ആദ്യം തന്നെ ഏറ്റവും പുതിയ വന്നിരിക്കുന്നത് BTECൻ്റെയും ഇൻ്റഗ്രേറ്റഡ് MSCയുടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. കുറേ ദിവസമായി കുട്ടികളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. പറഞ്ഞ ഡേറ്റിനേക്കാളും കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ രാത്രി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാത്തവരെല്ലാം ചെക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് പറയുന്നത് സെപ്റ്റംബർ 30 അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും അലോട്ട്മെൻറ്റ് കിട്ടിയവരൊക്കെ അലോട്ട്മെൻറ്റ് എടുത്തിട്ട് ഫീ പേ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു അലോട്ട്മെൻറ്റ് PGയുടെയാണ്. PGയുടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് അത് 2 days മുമ്പ് വന്നിരുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ 27 സെപ്റ്റംബറാണ്. പിന്നെ ഇന്നലെ വന്നിരിക്കുന്ന വേറൊരു മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ സെപ്പറേറ്റ് ആയിരുന്നല്ലോ. മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വരുന്നത് 30 അതായത് സെപ്റ്റംബർ 30. പിന്നെ വേറൊരെണ്ണം വരുന്നത് CAT LLM IPR ആണ്. LLM IPRൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LLM IPRൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. Admissions to LLM IPR offered at India University Center for Intellectual Property Rights (CUSAT) for academic year 2021-2022 will be conducted as in the case of other postgraduate programs. മറ്റ് PG പ്രോഗ്രാംസിനെല്ലാം CAT ബേസ്ഡായി നടക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇതിലും. വേർ റാങ്ക് ലിസ്റ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ സ്കോർ ഓൺ എ സിംഗിൾ ടെസ്റ്റ്. ദർ വിൽ നോട്ട് ബി എനി ഇൻ്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഓൾസോ ദി പ്രോഗ്രാംസ് വിൽ ബി കണ്ടക്റ്റഡ് എസ് 1 year LLM പ്രോഗ്രാം ഇൻസ്റ്റെഡ് ഓഫ് 2 year LLM പ്രോഗ്രാം. നോട്ടിഫിക്കേഷനിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്നത് 2 വർഷമായിരുന്നു. പക്ഷേ 1 year LLM പ്രോഗ്രാം ആയിരിക്കും അടുത്ത. അതാണ് LLMൻ്റെ പറ്റിയുള്ള അപ്ഡേറ്റ്. പിന്നെ വന്നിട്ടുള്ളത് MBAയുടെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതാണ് MBAയുടെ സ്പോട്ട് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ്. ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് MBA at SMS CUSAT. ഫസ്റ്റ് 2 rounds ഓഫ് അഡ്മിഷൻ ഓൾറെഡി കഴിഞ്ഞിരുന്നു. റിമൈനിങ് സീറ്റ്സിലേക്കാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. പക്ഷേ അത് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ റാങ്ക് ഓർഡർ ആയിരിക്കും. പിന്നെ യു ആർ ഹിയർ ബൈ ഡയറക്റ്റഡ് ടു റിപ്പോർട്ട് ഇൻ പേഴ്സൺ. റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ പേഴ്സണലായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യണം, ഓൺലൈനായിട്ടല്ല. CMAT, CAMAT, CAT score were entered correctly in the admission portal and you are not disqualified due to wrongly entering the entrance test score in the admission portal. എല്ലാം കറക്റ്റായി എൻ്റർ ചെയ്തവർക്കാണ്. ആൻഡ് പ്രൊഡ്യൂസ് ഓൾ ദ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രൊഡ്യൂസ് കൊണ്ട് ഇൻ യുവർ ആപ്ലിക്കേഷൻ ഫോർ ഫിസിക്കൽ വെരിഫിക്കേഷൻ അറ്റ് SMS at 28 10 മണിക്ക്. യു മേ ഓൾസോ ബ്രിങ് 6 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ഓൾ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് എ സൈൻ പ്രിൻ്റ് ഔട്ട് ഓഫ് അണ്ടർടേക്കിംഗ് ഫ്രം ദ ഫോം അറ്റാച്ച്ഡ് വിത്ത് ദിസ് ഇമെയിൽ. This round of allotment is also applicable for those candidates who have been rejected allotment during the previous rounds on grounds of failing due to produce claimed reservation category proof. അപ്പോൾ ആദ്യം എന്തെങ്കിലും റിസർവേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ അഡ്മിഷൻ റിജക്റ്റ് ആയവർക്കൊക്കെ ഇത് അവരുടെ ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പിയർ ചെയ്യാം. ഇതൊക്കെയാണ് അറ്റൻഡ് ദിസ് റൗണ്ട് ഓഫ് ജനറൽ കാറ്റഗറി സീറ്റ്സിലാണ് അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്. പ്രൊവൈഡഡ് ദേ ഹാവ് എ വാലിഡ് റാങ്ക് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ആൻഡ് ദ ക്വാളിഫൈങ് ഡിഗ്രി ആൻഡ് എൻട്രൻസ് ടെസ്റ്റ്
score were rendered correctly. However, allotment shall be made only based on rank order based ആയിരിക്കും ഈ കേസിലായാലും അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. Those students who were rejected allotment during the previous rounds due to pending results of supplementary examination of previous semesters of their qualifying degree examination can now attend this round of admission provided such results of supplementary examinations of previous semesters are now released. എക്സാമിൻ്റെ റിസൾട്ട് വരാത്തതുകൊണ്ട് അറ്റൻഡ് ചെയ്യാത്തവർക്കൊക്കെ ഇത് അറ്റൻഡ് ചെയ്യാം. അലോട്ട്മെൻറ്റ് ഷോൾ ബി മെയ്ഡ് ഓൺലി ബേസ്ഡ് ഓൺ റാങ്ക് ഓർഡർ ബേസിസിൽ തന്നെ ആയിരിക്കും ഇത് നടക്കാം. ഈ മെയിൽ എന്ന് പറഞ്ഞാൽ നോട്ട് കൺഫർമേഷൻ ഫോർ സീറ്റ് അലോട്ട്മെൻറ്റ്. ഈ മെയിൽ ഒരു സീറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള അലോട്ട്മെൻ്റ് അല്ല. ദിസ് മെയിൽ ഈസ് ഓൺലി ആൻ ഇൻവിറ്റേഷൻ ടു അറ്റൻഡ് ദ ഫൈനൽ റൗണ്ട് ഓഫ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. അലോട്ട്മെൻറ്റിലേക്ക് അറ്റൻഡ് ചെയ്യാനുള്ള മെയിലാണ്. വെർ ബേസ്ഡ് ഓൺ റാങ്ക് ബേസിലായിരിക്കും റിമൈനിങ് സീറ്റ് അലോട്ട് ചെയ്യുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് യൂണിവേഴ്സിറ്റി റിഗാർഡിംഗ് സ്പോട്ട് അഡ്മിഷൻ കാൻഡിഡേറ്റ്സ് ഹു റിപ്പോർട്ട് ആഫ്റ്റർ ദി സ്റ്റിപ്പുലേറ്റഡ് ടൈം, എന്തൊക്കെ കാരണം കൊണ്ടായാലും പറഞ്ഞ സമയം കഴിഞ്ഞ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഷോൾ നോട്ട് ഹാവ് എനി ക്ലെയിം ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ അഡ്മിഷൻ പ്രോസസ്സ്. അവർക്ക് അഡ്മിഷനിൽ പങ്കെടുക്കാനുള്ള യാതൊരു അവകാശം ഉണ്ടായിരിക്കില്ല. അവർക്കത് ക്ലെയിം ചെയ്യാനും പറ്റില്ല. അക്കോർഡിംഗ്ലി ഇറ്റ് ഈസ് ഹിയർ ബൈ ഇൻഫോം that the allotment hall shall be closed exactly at 10 a.m. 28 September and candidates shall not allowed to enter the hall after that. പിന്നെ അവൈലബിൾ സീറ്റ്സ് MBA പ്രോഗ്രാംസിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ജനറൽ കാറ്റഗറിക്കും എത്ര 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ബാക്കി എത്ര തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടലിൽ 31 സീറ്റുണ്ട്. ഫുൾ ടൈം ഈവനിങ് പ്രോഗ്രാമിലാണെങ്കിൽ 33 സീറ്റുണ്ട്. ഇൻ കേസ് യു ഗെറ്റ് സീറ്റ് അലോട്ട്മെൻറ്റ് യു മേ ഹാവ് ടു റെമിറ്റ് MBA പ്രോഗ്രാം ഫീ, PTA ഫണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, പിന്നെ അതുപോലെ MBA പ്രോഗ്രാം ഫീ shall be paid through admission portal. PTA fund and department development fund shall be paid to the following account on same day and produce the acknowledgement receipt at the time of verification. അപ്പോൾ അലോട്ട്മെൻറ്റ് എടുക്കാൻ വരുന്നവർ ഈ ഫീ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം വരാൻ. പിന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ. സഫറിംഗ് ഫ്രം COVID-19 ഹു ഹാവ് പ്രൈമറി കോണ്ടാക്ട്സ് വിത്ത് അതർ മേ ഇൻഫോം ദി സ്റ്റാറ്റസ് ടു us and their document verification. അവരെ റീഷെഡ്യൂൾ ചെയ്യും. കോവിഡ് ഉള്ളവരൊന്നും വരേണ്ടതില്ല. ഓൾസോ റെഫർ ടു ദ അറ്റാച്ച്മെൻറ്റ് ഫോർ അണ്ടർടേക്കിംഗ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ടു ബി പ്രൊഡ്യൂസ് ഫോർ വെരിഫിക്കേഷൻ, അത് നോക്കണം. പിന്നെ കാൻഡിഡേറ്റ്സ് വിൽ ഓൾസോ ബ്രിങ് ദിയർ പാരൻ്റ് ഓർ ലോക്കൽ ഗാർഡിയനെയും കൂടി കൊണ്ടുവരണം. ഓൾസോ റിക്വസ്റ്റഡ് ടു ഫിൽ ദ ഫോളോയിങ് ഗൂഗിൾ ഷീറ്റ് ടു മെൻഷൻ ദെയർ ഡിസിഷൻ ടു അറ്റൻഡ് ദ അലോട്ട്മെൻറ്റ്. This is to help us to get an idea about probable number of candidates who would attend the allotment and thereby plan the allotment process accordingly. ഒരു ഗൂഗിൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ഫില്ല് ചെയ്യണം വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ആരൊക്കെയാണ് സ്പോട്ട് അഡ്മിഷന് 200 റാങ്ക് വരെയുള്ളവരാണ് കൺസിഡർ ചെയ്യുക. അവരുടെയൊക്കെ പേരും കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ സ്പോട്ട് അഡ്മിഷന് വരാൻ പറ്റുള്ളൂ. ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഓൾറെഡി അഡ്മിറ്റഡ് ഫോർ പാർട്ട് ടൈം കോൾ ഫോർ കൺസിഡറിങ് ടു ഹയർ ഓപ്ഷൻ, അവരുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് MBAയുടെ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എലിജിബിൾ ആയവർ. ഇനി നമുക്ക് നോക്കാനുള്ളത് BTech അതായത് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. കാൻഡിഡേറ്റ്സിന് മറൈൻ 2021 റാങ്ക് ലിസ്റ്റിൽ മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഉള്ളവർ മാത്രമാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്. കാൻഡിഡേറ്റ്സ് ഹു ഗോട്ട് അലോട്ട്മെൻറ്റ് അതർ BTech പ്രോഗ്രാംസിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർ ആൻഡ് ഇൻക്ലൂഡ് ഇൻ ദ മറൈൻ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ്. ഇപ്പോൾ മറ്റ് BTechോ ഇൻ്റഗ്രേറ്റഡ് MSCക്കോ അലോട്ട്മെൻറ്റ് കിട്ടിയവരും ആണെങ്കിലും അവർ മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബട്ട് ഇഫ് ദേ ടേക്ക് അഡ്മിഷൻ ഇൻ BTech മറൈൻ എഞ്ചിനീയറിംഗ് their admission in other BTech programs will be automatically cancelled and they will not be considered for further BTech allotment. ഇപ്പോൾ നിങ്ങൾ അതെല്ലാം കളഞ്ഞ് ഈ മറൈൻ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ BTech പ്രോഗ്രാമിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അലോട്ട്മെൻറ്റിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. Candidates who have received allotment will be contacted from the office of KM School of Marine Engineering. അലോട്ട്മെൻറ്റ് കിട്ടിയവരെ സ്കൂളിൽ നിന്ന് കോൺടാക്ട് ചെയ്യും. ദേ ഷോൾ എക്സ്പ്ലെയിൻ ദ അഡ്മിഷൻ പ്രോസസ് ഡീറ്റെയിൽസ് ആൻഡ് വേരിയസ് ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ദ പ്രോഗ്രാം. അവർ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. BTech മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഹാവ് റിസീവ്ഡ് അലോട്ട്മെൻറ്റ് നീഡ് ടു സ്കാൻ ആൻഡ് അപ്ലോഡ് ദെയർ ഫിസിക്കൽ ആൻഡ് ഐ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് DG ഷിപ്പിങ്ങിൽ നിന്ന്
കിട്ടിയത് അവർ അറ്റാച്ച് ചെയ്യണം. മെഡിക്കൽ ഓഫീസേഴ്സ് ഏതൊക്കെയാണെന്ന് admissions.kusa.ac.in എന്ന സൈറ്റിൽ റിസോഴ്സ് ടാബിൽ കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് നീഡ് ടു അപ്ലോഡ് സ്കാൻ കോപ്പി ഓഫ് ഒറിജിനൽസ് ഓഫ് ഓൾ റിക്വയർഡ് സർട്ടിഫിക്കറ്റ്സ്. എല്ലാ റിക്വയർഡ് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ കോപ്പി പ്രൊവൈഡ് ചെയ്യണം. കാൻഡിഡേറ്റ്സ് നീഡ് ടു പേ ദ ഫീസ് അപ്ലിക്കബിൾ ഫോർ ദ പ്രോഗ്രാം അലോട്ടഡ് ടു ദി ഓൺലൈൻ ത്രൂ നെഫ്റ്റ് RTGS വഴി 30-ാം തീയതിക്കുള്ളിൽ പേ ചെയ്യണം. ഇഫ് ദ കാൻഡിഡേറ്റ് മേക്ക് ടു പേ upload all required certificates and pay fee during the stipulated time, his or her candidature shall be cancelled and പിന്നെ അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും ചെയ്യില്ല. മറ്റ് കോഴ്സസിലൊക്കെ പറഞ്ഞ പോലെ. പിന്നെ ഇത് ഓൺലൈൻ ഫീ പേ ചെയ്യാനുള്ള വഴികളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കുസാറ്റ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്, ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, TC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് നാഷണാലിറ്റി അതിൻ്റെ ഇതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണൽ റിസർവേഷൻ ഉള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. NRI അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. If a candidate failed to upload required certificates before the stipulated time, his claim for admission under the category will be പിന്നെ ഉണ്ടാവില്ല, അതായത് അലോട്ട്മെൻറ്റ് കിട്ടില്ല. സോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് സച്ച് കാൻഡിഡേറ്റ്സ് വിൽ റിസൾട്ട് വിത്ത് ദ കാൻഡിഡേറ്റ് ഓൺലി. Admission will be provisional and subjected to physical verification of originals. അതായത് ഇപ്പോൾ പ്രൊവിഷണൽ ആയിരിക്കും, പിന്നെ ഫ്യൂച്ചറിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാവും, എന്നിട്ടായിരിക്കും അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവുക. ഇത് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഫീ സ്ട്രക്ചറാണ്. ഇപ്പോൾ മറ്റു കോഴ്സുകളെ അപേക്ഷിച്ച് ഫീ കൂടുതലുണ്ട്. ഇതിലാരും നോട്ട് ചെയ്യുക. 1.5 ലക്ഷത്തോളം സ്റ്റേറ്റ് മെറിറ്റും ഓൾ ഇന്ത്യ മെറിറ്റ് 2 ലക്ഷത്തോളം ഉണ്ട്. ഫീമെയിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. അതായത് അവിടെ ക്യാമ്പസിൽ നിങ്ങൾക്ക് നിന്ന് പഠിക്കേണ്ടി വരും. നിങ്ങൾ വീട് അടുത്തൊക്കെ തന്നെ ആണെങ്കിലും ക്യാമ്പസിൽ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ എല്ലാ എക്സ്പെൻസ് എടുത്താണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കുറച്ച് ഫീ കുറവുണ്ട്. 1.14 1.47 ഡെപ്പോസിറ്റ് ഫീ. പിന്നെ NRIക്കും ഒക്കെ അതിൻ്റേതായ ഫീ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് 12,845 ആണ് വരുന്നത്. പേ ദ അഡീഷണൽ ഫീസ് ഓഫ് PT ഒക്കെ പിന്നെ കൊടുക്കണം. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ ഡിക്ലറേഷൻ. NRIക്കും അതേപോലെ നാഷണാലിറ്റി പ്രൂവ് ചെയ്യാനുള്ള സെൽഫ് ഡിക്ലറേഷനും കാൻഡിഡേറ്റും. അപ്പോൾ BTech മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് അലോട്ട്മെൻറ്റ് എടുക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയവരെല്ലാം. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഡീറ്റെയിൽസ്. പിന്നെ ഇവിടെ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് BTech ഇൻറ്റിഗ്രേറ്റഡ് MSc ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഇത് പക്ഷേ അപ്ഡേറ്റഡ് ആയിട്ടില്ല. BTechൻ്റെ MScയുടെയും ജസ്റ്റ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്നതുള്ളതുകൊണ്ട്. പക്ഷേ മിക്കവാറും ഇന്ന് തന്നെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് കിട്ടിയതാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കുക, ഇതിങ്ങനെ എടുത്തിട്ട് നോക്കുക. ഇപ്പോൾ ഇതിൽ PGയുടെ ഒക്കെ അപ്ഡേറ്റഡായി വന്നിട്ടുണ്ട്. PGയുടെ ഉണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഓരോ MSc കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് അങ്ങനെ ഓരോ കോഴ്സിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ DG മറൈൻ എഞ്ചിനീയറിങ്ങിന് പറഞ്ഞ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ ലിസ്റ്റ് ഉള്ളത്. അത് ഓരോ ഡിസ്ട്രിക്ട്സിനും ഉണ്ട്. അത് എടുത്ത് കാണാൻ പറ്റും. പല ഡിസ്ട്രിക്ട്സിനും ഉണ്ടല്ലേ. ഓരോ നമ്മളെ ഇതിപ്പോൾ ഓൾ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള മിക്കവാറും ഡിസ്ട്രിക്ട്സ്, എല്ലാ ഡിസ്ട്രിക്ട്സിലും ഇല്ല, പക്ഷെ കുറച്ച് ഡിസ്ട്രിക്ട്സിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ എവിടെ നിന്ന് നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും അവർക്ക് കിട്ടിയ അഡ്മിഷനൊക്കെ അനുസരിച്ച് ചെയ്യുക. അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തവർ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ടാവും അലോട്ട്മെൻ്റ് എല്ലാം. കീമിൻ്റെ റിസൾട്ടും മറ്റ് റിസൾട്ടൊന്നും വരാത്തതുകൊണ്ട് കുട്ടികളൊക്കെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവരൊക്കെ മിക്കവാറും പേരെടുക്കും. പക്ഷേ അവിടെയൊക്കെ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ കുറേ പേരൊക്കെ മാറും. അപ്പോൾ കുറച്ച് സീറ്റൊക്കെ വേക്കൻസി ആകും. അതുകൊണ്ട് നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവണ്ട. അത്രയൊക്കെ പറയാനുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. വേറെ പിന്നെ
അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.